നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവിൻ്റെ നെഗറ്റീവ് ഫോമാണ്. ഹാവ് ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറലിനോട് കൂടെയാണ്, ബഹുവചനങ്ങളോട് കൂടെയാണ്. അപ്പോൾ ബഹുവചനങ്ങൾ വെച്ചുകൊണ്ടുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറയുകയാണ്, ഇതിൻ്റെ ഒരു 4-5 ഉദാഹരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക എന്നതിലുപരി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ പദങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അവ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പുതിയ പുതിയ പദങ്ങൾ, വൊക്കാബുലറി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ പദസമ്പത്ത് നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പദങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കണം ഓരോ സ്ലൈഡുകളും നിങ്ങൾ കാണേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് വരാം. ഐ ഹാവ് നോ മണി. ഐ ഹാവ് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പണമുണ്ട് എന്നാണ്. ഐ ഹാവ് നോ മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പണമില്ല. ദേ ഹാവ് നോ ടൈം. ദേ ഹാവ് എന്നൊക്കെ, ഹാവ് എന്നാണ് ശരിക്കും ഇതിൻ്റെ ഉച്ചാരണം. നമ്മളിപ്പോൾ നോർമലായിട്ട് ഹാവ് എന്ന് പറയാം. നമുക്ക് ഉച്ചാരണ ശൈലികളൊക്കെ ഫൊണറ്റിക്സ് ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. ഇതൊക്കെ ഈ കോഴ്സിൻ്റെ ലാസ്റ്റാണ് വരിക. ദേ ഹാവ് നോ ടൈം, അവർക്ക് ടൈമില്ല. ഡോക്ടേഴ്സ് ഹാവ് നോ പേഷ്യൻസ്, ഡോക്ടർമാർക്ക് ക്ഷമയില്ല. ഇതൊക്കെ ഉദാഹരണങ്ങളായി കാണുക. ഡോക്ടർമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം വെക്കരുത്, ഇത് ഉദാഹരണം മാത്രമായിട്ട് കാണാം. ദേ ഹാവ് നോ ഐഡിയ. വി ഹാവ് നോ ഐഡിയ, നമുക്ക് ഐഡിയ ഇല്ല. മൈ ബ്രദേഴ്സ് ഹാവ് നോ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദേഴ്സിന് ഫ്രണ്ട്സ് ഇല്ല. ദേ ഹാവ് നോ ഫുഡ്, അവർക്ക് ഭക്ഷണമില്ല. ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അനുഭവമില്ല. സ്റ്റുഡൻസ് ഹാവ് നോ സ്കിൽസ്, വിദ്യാർത്ഥികൾക്ക് കഴിവുകളില്ല. അതുപോലെ ദേ ഹാവ് നോ റീഗ്രറ്റ്സ്, അവർക്ക് റീഗ്രറ്റ്സ് ഇല്ല. റീഗ്രറ്റ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ ദേ ഹാവ് നോ എക്സ്ക്യൂസസ്, അവർക്ക് മാപ്പ് കൊടുക്കലില്ല. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക എന്നർത്ഥം. വേറെയും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. വി ഹാവ് നോ പവർ, നമുക്ക് അധികാരമില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ, എനിക്ക് ലക്ഷ്യമില്ല അല്ലെങ്കിൽ ഉദ്ദേശ്യമില്ല എന്നൊക്കെ പറയാം. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉദ്ദേശ്യം എന്നൊക്കെയാണ് അർത്ഥം. ചിൽഡ്രൻ ഹാവ് നോ, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം, കുട്ടി എന്നല്ല. ചിലർ കുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിൽഡ്രൻസ് എന്ന് പറയും, അത് തെറ്റാണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നാണ്. ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എന്നാണ് അർത്ഥം. ചൈൽഡാണ് കുട്ടി, കുട്ടിയുടെ ചൈൽഡ് എന്നതിൻ്റെ പ്ലൂറൽ ഫോമാണ് ചിൽഡ്രൻ. ചിൽഡ്രൻ ഹാവ് നോ മോട്ടിവേഷൻ, കുട്ടികൾക്ക് മോട്ടിവേഷൻ ഇല്ല. കപ്പിൾസ് ഹാവ് നോ ഡിസയർ, കപ്പിൾസിന് ഡിസയർ ഇല്ല, മോഹങ്ങളില്ല, മോഹമില്ല. ഡിസയർ എന്ന് പറഞ്ഞാൽ ലൈംഗികമായ താല്പര്യം എന്നർത്ഥമുണ്ട്. ദേ ഹാവ് നോ ചോയ്സ്, അവർക്ക് ചോയ്സ് ഇല്ല. വി ഹാവ് നോ കൺട്രോൾ, ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ല. ഇനി ഐ ഹാവ് നോ നോളജ്, എനിക്ക് വിവരമില്ല. ആനിമൽസ് ഹാവ് നോ ബൗണ്ടറീസ്, ആനിമൽസിന് പരിധികളില്ല, ബൗണ്ടറികളില്ല. അതുപോലെ ബേബീസ് ഹാവ് നോ ലിമിറ്റ്സ്, ബേബികൾക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പരിധി എന്നർത്ഥം, ലിമിറ്റ്സ് ഇല്ല. ദേ ഹാവ് നോ റിസോഴ്സസ്, അവർക്ക് റിസോഴ്സസ് ഇല്ല. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. വി ഹാവ് നോ പ്ലാൻസ്, ഞങ്ങൾക്ക് പ്ലാനുകളില്ല. ഐ ഹാവ് നോ പ്രിഫറൻസ്, പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മുൻഗണന എന്നർത്ഥം. എനിക്ക് പ്രിഫറൻസ് ഇല്ല, എനിക്ക് മുൻഗണന ഇല്ല. ടീച്ചേഴ്സ് ഹാവ് നോ മേഴ്സി, ടീച്ചർമാർക്ക് കരുണയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർമാർ എന്നോടൊന്നും തോന്നരുത്, ഇത് ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. ദേ ഹാവ് നോ അതോറിറ്റി, അവർക്ക് അധികാരമില്ല. അതുപോലെ വി ഹാവ് നോ ഓപ്പർച്യൂണിറ്റീസ്, ഞങ്ങൾക്ക് അവസരങ്ങളില്ല. ഐ ഹാവ് നോ എക്സ്പെക്റ്റേഷൻസ്, എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളില്ല, എനിക്ക് പ്രതീക്ഷകളില്ല. എൻജിനീയേഴ്സ് ഹാവ് നോ വിഷൻ, എൻജിനീയർമാർക്ക് കാഴ്ചപ്പാടില്ല. എൻജിനീയർമാർക്കൊക്കെ കാഴ്ചപ്പാടുണ്ട് കേട്ടോ, ഉദാഹരണത്തിൽ അങ്ങനെ കണ്ടാൽ മതി. ഐ ഹാവ് നോ അണ്ടർസ്റ്റാൻഡിങ്,
എനിക്ക് ധാരണയില്ല, ഒരു കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുക എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുക, മനസ്സിലാവുക എന്നുള്ള അർത്ഥമുണ്ട്. ദേ ഹാവ് നോ കമ്പാഷൻ, അവർക്ക് കരുണയില്ല അല്ലെങ്കിൽ ആർദ്രതയില്ല. ദേ ഹാവ് നോ കമ്പാഷൻ. ഇനി വി ഹാവ് നോ ഓപ്ഷൻസ്, ഞങ്ങൾക്ക് ഓപ്ഷനുകളില്ല. ഐ ഹാവ് നോ ടാലൻറ്റ്, എനിക്ക് കഴിവില്ല. ഇനി ഒരു ടാസ്ക്കാണ്, അതിൽ ഹാസും ഹാവ് എല്ലാം ഉണ്ട്. അത് വെച്ചുള്ള ടാസ്ക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിലെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങളത് പദങ്ങളൊക്കെ ഒന്ന് അർത്ഥം വെക്കുക. വളരെ ഈസിയാണല്ലോ. പുതിയ പുതിയ പദങ്ങൾ ഉണ്ടെങ്കിൽ ആ പദങ്ങളുടെ അർത്ഥം കണ്ടെത്തുക. ഓളം ഡിക്ഷണറി ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കണ്ടെത്തുക. ഓൺലൈൻ ഡിക്ഷണറിയേക്കാളും ഏറ്റവും നല്ലത് ഓഫ്ലൈൻ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഡിക്ഷണറിയാണ്. ഡിക്ഷണറി ഇല്ലെങ്കിൽ മേടിക്കാം. ഓക്കെ, ഞാൻ സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിക്കാം. വി ഹാവ് നോ ബാക്കപ്പ് കോപ്പീസ്. ഐ ഹാവ് നോ ബാക്കപ്പ് സൊല്യൂഷൻസ്. ഹി ഹാസ് നോ ബാക്കപ്പ് സ്റ്റോറേജ്. ഷി ഹാസ് നോ ബാക്കപ്പ് സിസ്റ്റംസ്. ദേ ഹാവ് നോ ബാക്കപ്പ് പവർ. വി ഹാവ് നോ ബാക്കപ്പ് മെഷേഴ്സ്. ഐ ഹാവ് നോ ബാക്കപ്പ് എക്യുപ്മെൻറ്റ്. ഹി ഹാസ് നോ ബാക്കപ്പ് ബാറ്ററീസ്. എല്ലാം ബാക്കപ്പ് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. ഷി ഹാസ് നോ ബാക്കപ്പ് റിസോഴ്സസ്. ദേ ഹാവ് നോ ബാക്കപ്പ് സപ്ലൈസ്. വി ഹാവ് നോ ബാക്കപ്പ് personnel. I have no backup support. He has no backup networks. He has no backup infrastructure. They have no backup plans. We have no backup arrangements. ഇത്രയും ഉദാഹരണങ്ങൾ കണ്ടെത്തുക, പഠിക്കുക, അത്രേ ഉള്ളൂ ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.